ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം സി പി എമ്മിനുണ്ടാക്കിയ ഡാമേജ് ചില്ലറയല്ല കേട്ടോ. ഒരിക്കലും പൊങ്ങി വരാത്ത വിധത്തിലൊരു പടുകുഴിയിലേക്കാണ് ഇവർ വീണ് കിടക്കുന്നത്. അത് ഇതിലെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, പാർട്ടിയുടെ താഴെ തട്ടിലുള്ള ആളുകൾ, അതായത് പഞ്ചായത്ത് മെമ്പറോ കോർപ്പറേഷൻ കൗൺസിലറോ അല്ലെങ്കിൽ മുനിസിപ്പൽ കൗൺസിലറോ ഒക്കെ അവ മാത്രം തലയിലെടുത്തുള്ള കുറേ ഒരു വിഭാഗം ഉണ്ടല്ലോ. അവർ പലരും കടുത്ത നിരാശയിലാണ്. കാരണം തങ്ങൾക്ക് ഇനി ഭാവിയിൽ ലഭിക്കുക എം എൽ എ എം പി മന്ത്രി ആകാൻ പറ്റുന്ന അവർക്ക് തന്നെ അറിയാം. പക്ഷേ ഇങ്ങനെയെങ്കിലും കിട്ടാൻ സാധ്യതയുള്ള ആ ഒരു ഇത്രയും നാൾ കഷ്ടപ്പെട്ടതിന് കിട്ടുന്ന ഒരു സർക്കാർ പദവി അതുപോലും ഇനി കിട്ടാത്ത അവസ്ഥയിലാകുമോ എന്നുള്ള ഭയത്തിലാണ് ശരിക്കും സി പി എമ്മിൻ്റെ താഴെത്തട്ടുള്ള നേതാക്കളും അണികളും. എന്തിനാണ് അടുത്ത ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിലേക്ക് ഇവർക്ക് സീറ്റില്ലാവും? രാജ്യസഭയിലേക്ക് സി പി എമ്മിന് എം പിമാരില്ലാത്ത ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. രാജ്യസഭയിൽ ഇപ്പം കേരളത്തിൽ നിന്ന് എം പിമാരുണ്ടാവില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ലോക്സഭയിൽ ആകെയുള്ളത് ഒരു കെ രാധാകൃഷ്ണൻ മാത്രമാണ്. അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? എല്ലായിടത്തും ഇവർക്കൊരു ആലസ്യമാണ്. ആലസ്യമെന്നല്ല, ഇവരെല്ലാവരും വെറുത്തു. ഇതിന് പ്രധാനപ്പെട്ട കാരണം നമ്മൾ പലതവണ ആവർത്തിച്ചാണെങ്കിൽ നമ്മൾ പറയുകയാണ്, പിണറായി വിജയനും അതുപോലെ ഈ എം വി ഗോവിന്ദനും കാരണമാണ് ഈ പാർട്ടി ഇപ്പോഴും ആ പരാജയത്തിൻ്റെ പടുകുഴിയിൽ തന്നെ കിടക്കുന്നത്. കുടുംബാംഗങ്ങളും തന്നെ പറയണം. അതെ, അതുകൊണ്ട് തന്നെയാണ് ഈ കിടക്കുന്നത്. ഇവരെ കൈ പിടിച്ചുയർത്താൻ പറ്റാത്തത് ഇതുകൊണ്ട് തന്നെയാണ് പാർട്ടിക്ക്. അല്ല, അത് നമ്മൾ ആലോചിച്ച് നോക്കുക. വലിയ ത്യാഗികളായ ഒരുപാട് ആളുകൾ ചേർന്ന് കെട്ടിപ്പടുത്തൊരു പാർട്ടിയാണിത്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം, എ കെ ജി ആണെങ്കിലും ടി സി നാരായണ നമ്പ്യാർ, അതല്ലെങ്കിൽ പിന്നെ ഇ കെ നായനാർ, ഇ എം എസ്, ഇവരെല്ലാം പ്രത്യേകത ഇവരെല്ലാം വലിയ ജന്മി കുടുംബങ്ങളിൽ ജനിച്ചവരാണ്. അതെ, ഇവരിൽ പലരും അവർ മരിക്കുന്ന സമയത്ത് ഇവർക്ക് എന്തുണ്ടായിരുന്നു വെച്ചാൽ പലർക്കും ഒന്നും ഇല്ലാത്ത അവസരമാണ് അവർ മരിച്ചത്. നേരെ തിരിച്ച് എൻ്റെ അച്ഛൻ കൂലിപ്പണിക്കാരനായിരുന്നു, എൻ്റെ അച്ഛൻ ദരിദ്രനായിരുന്നു, എനിക്ക് ഒരു നേരം കഞ്ഞി പിടിക്കാൻ വകയില്ലായിരുന്നു എന്ന് സദാസമയവും ഈ മോങ്ങുമായിരുന്ന പല നേതാക്കന്മാരും ഇന്ന് ശതകോടീശ്വരന്മാരാണ് മാറിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഏറ്റവും അവസാനം ഒടുവിലായിട്ട് ഒരു സംഭവം ഇന്നിപ്പം മാധ്യമങ്ങളിൽ കണ്ടതാണ്. നമ്മുടെ തിരുവനന്തപുരത്ത് പിന്നെ പൂജപ്പുരയിൽ സി പി എമ്മിൻ്റെ ഫണ്ട് പിരിവ് സംബന്ധിച്ച യോഗം, ചാല ഏരിയ കമ്മിറ്റി യോഗമാണ്. ഈ യോഗത്തിൽ ചാല ഏരിയ കമ്മിറ്റിയുടെ കീഴിലുള്ള ഫണ്ട് പിരിവിനെ കുറിച്ച് ചേർന്ന പൂജപ്പുര ലോക്കൽ കമ്മിറ്റി യോഗത്തിൽ ഒരു PKS പട്ടികജാതി ക്ഷേമ സമിതിയുടെ ഒരു നേതാവിനെ ലോക്കൽ കമ്മിറ്റി അംഗം കസേര എടുത്ത് അറഞ്ചം പുറഞ്ഞു അടിച്ചു. പ്ലാസ്റ്റിക് കസേരയാണോ തടി കസേരയാണോ എന്ന് അന്വേഷിക്കണം. പ്ലാസ്റ്റിക് ആണെങ്കിൽ പിന്നെ സഹിക്കുക, തടി കസേര എങ്ങനെ എടുത്ത് അടിച്ചാലേ ആ മനുഷ്യൻ്റെ അവസ്ഥ നമുക്ക് ആലോചിക്കുക എന്നുള്ളതേ ഉള്ളൂ. സാധാരണ ഇമാതിരി നടപടിക്രമങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളത് കോൺഗ്രസ് യോഗത്തിലാണ്. മുണ്ടുരിയുക, അണ്ടർവെയർ ഉരിയുക, അങ്ങോട്ടും ഇങ്ങോട്ടും അട്ടിക്കുക, ഖദർ വലിച്ചു കീറുക. മാത്രമല്ല അതേസമയം തന്നെ ഇത് മാധ്യമങ്ങൾക്കും സി പി എമ്മിന് എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. ലൈവായിട്ട് തന്നെ ഷൂട്ട് ചെയ്ത് അവർ എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. നമ്മൾ എന്തിന് യൂത്ത് കോൺഗ്രസിൻ്റെ ക്യാമ്പിൽ അടി നടക്കുന്നു, KSUവിൻ്റെ ക്യാമ്പിൽ അടി നടക്കുന്നു, അങ്ങനെയുള്ള ഒരു അവസ്ഥയായിരുന്നു. ഇപ്പം നേരെ ഈ സംഭവം തിരിഞ്ഞ് സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി യോഗങ്ങളിലും ബ്രാഞ്ച് കമ്മിറ്റി യോഗങ്ങളിലും ഏരിയ കമ്മിറ്റി യോഗങ്ങളിലും ഒക്കെയാണ് ഇതിപ്പോൾ ഈ രീതിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതെ, ഈ ഗോപകുമാർ എന്ന് പറയുന്ന ആൾ, അയാൾ അവിടെ നിന്ന് കൗൺസിലിലേക്ക് മത്സരിക്കുമ്പോൾ 2900 വോട്ടിനാണ് ജയിച്ചത്. അതേ ഡിവിഷനിൽ അല്ലെ അതേ വാർഡിൽ ശിവൻകുട്ടി നിയമസഭയിലേക്ക് മത്സരിക്കുമ്പോൾ നിയമമണ്ഡലത്തിൽ 5 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം എന്താണ് ഇത് സംഭവിച്ചത് എന്നതിനെക്കുറിച്ചുള്ള ഒരു തർക്കത്തെ തുടർന്നാണ് ഈ അടിയുണ്ടായെന്ന് പറയും. ഏതായാലും ഈ പൂജപ്പുര എന്ന് പറയുമ്പോൾ അവിടെയാണ് നമ്മുടെ പ്രസിദ്ധ മേയറൂട്ടിയുടെ മേഖല, അതാണ് അല്ലേ. അപ്പോൾ ഈ മേയറൂട്ടി ഒറ്റ ആളാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളൊന്ന് എന്ന് നേരത്തെ ശിവൻകുട്ടി തന്നെ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. ജില്ലാ കമ്മിറ്റി എൻ്റെ പിന്നെ തുറന്ന വാഹനത്തിൽ വലിഞ്ഞേറി ഒന്ന് എന്നെ തോൽപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു എന്നാണ് പറയുന്നത്. പറഞ്ഞോ ഇല്ലെന്ന് അറിയില്ല. എന്താണെങ്കിലും ഇപ്പോൾ ഈ പഴയ മേയറൂട്ടി ആരും അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല. എവിടെ ചെന്നാലും പാർട്ടിക്കാർ അവിടെ ഓടിച്ചു വിടുന്ന പതിവാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ചർച്ച ചെയ്തെന്നാണ് പറയപ്പെടുന്നത്. അവിടെ വോട്ട് കുറഞ്ഞതിൻ്റെ പേരിലേ ഈ ഗോപകുമാറിനെ പ്രതിക്കൂട്ടി നിർത്താനുള്ള ഒരു നീക്കമായിരിക്കും നടത്തിയിട്ടുള്ളത്. പക്ഷേ യഥാർത്ഥ സംഭവം ഈ മേയറൂട്ടിയുടെ സാന്നിധ്യം തന്നെയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. എന്തായാലും സി പി എമ്മിൽ പതിവില്ലാത്ത കാര്യങ്ങളാണ് നടക്കുന്നത്. ആ കൗൺസിലർ രാജ്യഭീഷണി മുഴക്കിയെന്ന് പത്രങ്ങളെ വാർത്ത സത്യമാണെന്ന് അറിഞ്ഞൂടാ. അദ്ദേഹം രാജ്യഭീഷണി മുഴക്കിയിട്ട് സ്വതന്ത്രനായിട്ട് ഞാൻ അവിടെ മത്സരിക്കും എന്ന് പറഞ്ഞു എന്നാണ്. ഞാൻ രാജിവെച്ചിട്ട് സ്വതന്ത്രനായിട്ട് മത്സരിക്കും എന്നുള്ളത്. ഇപ്പം നമുക്കറിയാം, ഈ യാദവകുലം തമ്മിലടിച്ച് മുടിഞ്ഞു എന്നാണ് ഈ മഹാഭാരതത്തിൽ പറയുന്നത്. ഏറ്റവും അവസാനം ശാപമാണ്. അവസാനം ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിച്ച് മരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഏതാണ്ട് അതേ ഒരു അവസ്ഥയിലേക്കാണ് സി പി എമ്മിൻ്റെ പോക്ക്. സി പി എമ്മിൻ്റെ പോക്ക് അത് ഇത്രയും കാലം കാട്ടിക്കൂട്ടിയ, അതായത് പിണറായി വിജയൻ ഈ പാർട്ടിയുടെ സെക്രട്ടറിയായിട്ട് അധികാരം ഏറ്റെടുത്ത കാലം മുതൽ അയാൾ ഈ സ്ഥാനം ഒഴിഞ്ഞ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി വന്നിരിക്കുന്ന സമയം വരെ
ഈ പാർട്ടിയെ അയാൾ വളർത്തുകയല്ല ചെയ്തത്, ഈ പാർട്ടിയെ അയാളുടെ ആവശ്യങ്ങൾക്കായിട്ട് അയാൾ സ്വന്തം ഉപയോഗിക്കുക. കുടുംബത്തിന് സ്വത്തുണ്ടാക്കാൻ വേണ്ടി ദുരുപയോഗപ്പെടുത്തുകയായിരുന്നു എന്നുള്ളത് എല്ലാ പാർട്ടി അണികൾക്കും ഇപ്പോൾ മനസ്സിലായ കാര്യമാണ്. അതായത് അണികളെ മുഴുവൻ മാരകമായ രീതിയിൽ അയാൾ ബ്രെയിൻ വാഷ് ചെയ്ത് അയാൾക്കൊപ്പം നിർത്തുന്ന ബുദ്ധിപരമായ സമീപനമായിരുന്നു. ക്യാപ്റ്റനായിരുന്നല്ലോ. അങ്ങനെ നിർത്തിക്കൊണ്ട് അയാൾ കൊള്ളയടിച്ചു, അയാൾ സുഖിച്ച് ജീവിച്ചു, അയാളും അയാളുടെ ഫാമിലിയും സുഖിച്ച് ജീവിച്ചു. ഈ പാർട്ടിക്കാരെ മുഴുവൻ ഇയാൾ ഒരു പരുവം ആക്കി. അപ്പോൾ ഇതിൻ്റെയൊക്കെ എച്ചിൽ കഷ്ണങ്ങൾ കിട്ടിയ ഒരുപാട് ആശാന്മാരുണ്ട്. പിന്നെ ബ്രാഞ്ച് സെക്രട്ടറി മുതൽ ബ്രാഞ്ച് കമ്മിറ്റി അംഗം മുതൽ മേലോട്ടുള്ളവനെല്ലാം നാട്ടുകാരെ പറ്റിച്ചും അല്ലാതെയും കാശ് ശരിക്കും സമ്പാദിക്കുകയും ചെയ്തു. ഈ വലിയ മയക്കുമരുന്നിന്റെ ഹബ്ബായി മാറി. ചില ഏരിയ സെക്രട്ടറിമാരൊക്കെ 1.5 കോടി രൂപ വിലയുള്ള വീടുകളാണ് വെച്ചത്. ആഡംബര വാഹനത്തിലെ സഞ്ചരിക്കും. എവിടെയും ഇപ്പം ഞാനിപ്പോൾ അറിഞ്ഞത് അടൂരിൽ ഒരാൾ, അയാൾ ഏനാത്ത് തൊട്ട് അടൂരിൻ്റെ മുഴുവൻ ഭാഗവും ഇയാൾ ഓടി നടന്ന് പിരിവെടുക്കുക ഹോട്ടലുകളിൽ. അപ്പോൾ ആ ഹോട്ടലുകളിലാണ് കഴിഞ്ഞ ദിവസം റെയ്ഡ് നടന്നത്. ഓടി നടന്ന് ഇവരെ എല്ലാം പിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗുണ്ടാപ്പിരി പോലെ എല്ലാ മാസവും ചെന്ന് അതുകൊണ്ടല്ലോ മാർക്കറ്റിലൊക്കെ ഇതായിരുന്നല്ലോ പരിപാടി. അപ്പോൾ അത്തരം പരിപാടികളിലേക്ക് ഇവർ നേതാക്കൾ എങ്ങനെ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ പാർട്ടിയുടെ ഒരു കേഡർ സ്വഭാവം നഷ്ടപ്പെടുന്നു. പാർട്ടി പ്രവർത്തകരുടെ ഒരു പെരുമാറ്റത്തിലും അവരുടെ പ്രവർത്തനത്തിലും ഒരു വല്ലാത്ത മാറ്റം വരുന്നു. എല്ലാവർക്കും ഗുണ്ടായുസവും ധനസമ്പാദനവും മാത്രമായി ലക്ഷ്യം. സുഖലോലുപതയിലേക്ക് മാറി. പശ്ചിമ ബംഗാളിൽ സംഭവിച്ചത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. അത്രേ ഉള്ളൂ. അവിടെ പിന്നെ ഇപ്പോൾ നാട്ടുകാരോട് ഇറങ്ങാൻ തല്ലുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങൾ എന്തായാലും കുറച്ച് മര്യാദക്കാരാണ്, അടി കൊടുക്കുന്നില്ലെന്നേ ഉള്ളൂ. അതാണ് വ്യത്യാസം. ഇനി ഇങ്ങനെ മുന്നോട്ട് പോയ ജനങ്ങൾ ഇറങ്ങി അടിക്കും. അതെ, അതിനൊരു സംശയവും വേണ്ട. കാരണം പിണറായി വിജയനായാലും MV ഗോവിന്ദനായാലും ഈ രണ്ടുപേര് ചേർന്നാണ് ഈ പാർട്ടിയെ നശിപ്പിച്ചതെന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. അതിനൊപ്പം P ശശി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഈ പാർട്ടിയുടെയും പിണറായി വിജയൻ്റെയും പതനത്തിന് വേഗം കൂട്ടിക്കൊടുത്ത ആളാണ്. 96-ലെ നായനാർ മന്ത്രിസഭയുടെയും അതിൻ്റെ ഏറ്റവും അപമാനം ഉണ്ടാക്കുകയും അതിനൊരുപാട് നായനാരുടെ മേൽ പോലും ചെളി തെറിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് ആരോപണങ്ങൾ വരുത്തി വെച്ചാലാണ് P ശശി. പിന്നെ അത് എന്തുകൊണ്ടാണ് പാർട്ടിയിൽ നിന്ന് പുറത്തായതെന്ന് നമുക്കറിയാം. അതേ സ്പീഡിൽ തിരിച്ചു വരിക. കാരണം പിണറായിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ആളാണ് അദ്ദേഹത്തിന് എപ്പോഴും വേണ്ടത്. അതെ, തൻ്റെ ഈ ക്രമക്കേടുകൾക്കും കൊള്ളയ്ക്കും എല്ലാം കൂട്ടിക്കുന്ന ആളെയാണ് വേണ്ടത്. അയാൾ തിരിച്ചു കൊണ്ടുവരുന്നു. പണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളില്ലേ ഒരു 10 രൂപ എങ്ങനെ അബദ്ധത്തിന് എടുത്തു വന്നോ അല്ലെങ്കിൽ പിന്നെ കണക്ക് കൊടുത്തപ്പോൾ തെറ്റിപ്പോയെന്ന് പറഞ്ഞാൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന കാലം ഉണ്ടായിരുന്നു അവിടെ. അതൊക്കെ മാറിയിട്ടാണ് കൊള്ളയടിക്കുന്ന മഹാൻ അല്ലാതെ സത്യസന്ധനായ രാഷ്ട്രീയ നേതാക്കൾ ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ അവനെ ശരിയാക്കണം, അവനെ കൈകാര്യം ചെയ്യണമെന്നുള്ള രീതിയിലേക്ക് ഈ പാർട്ടി വളർന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടത് പാർട്ടിക്ക് നേരത്തെ പറഞ്ഞ സംഭവിച്ച അപജയം തന്നെയാണ്. ഇവർ പണ്ട് വലതുപക്ഷ വ്യതിയാനം അല്ലെങ്കിൽ ബൂർഷ്വാ പാർട്ടികളുടെ ലൈനിലുള്ള പ്രവർത്തനം എന്നൊക്കെ ഇവർ പണ്ട് പറയുമായിരുന്നല്ലോ. അതൊക്കെ ഇപ്പോൾ ഇവർ ഉൾക്കൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിനെതിരെ നിരന്തരം നമ്മൾ ഏറ്റുമുട്ടുകയാണെങ്കിൽ കുറേ കഴിയുമ്പം ആ പ്രസ്ഥാനത്തിൻ്റെ എല്ലാ ശീലവും നമ്മളിലേക്ക് വരുമെന്നാണ് പറയപ്പെടുന്നത്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇവർ ഇതൊക്കെ പറഞ്ഞ് താത്വികമായി ഏറ്റുമുട്ടി അവസാനം ഇവരും അതങ്ങായി മാറി. അതാണ് ഇവിടെ സംഭവിച്ചത്. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഈ പറയുന്ന CPM-ന് ഇപ്പോൾ വീണ് കിടക്കുന്ന പടുകുഴിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടേണ്ടതായിട്ട്. ഈ കസേര എടുത്ത് അടിച്ചു എന്നൊക്കെ പറയുന്നത് അത് മുതിർന്ന നേതാവിനെയാണ്. അതായത് പാർട്ടിയിലെ ഏറ്റവും മുതിർന്ന നേതാവിനെയാണ് കസേര എടുത്ത് അടിച്ചതായിട്ട് പറയുന്നത്. അതെ. അപ്പോൾ അങ്ങനെ തന്നെ ഇപ്പം സ്വന്തം നേതാക്കളെ ഈ അടി പിണറായി വിജയന് കിട്ടിക്കൂടാന്നില്ല. അതെ, അത് പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട്. കഥയെല്ലാം നടന്നാണെന്നാണ് പറയുന്നത്. KPR ഗോപാൽ കവലി കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ MLA ആയിരുന്നു. അദ്ദേഹം ഒരിക്കൽ ഇതുപോലെ എന്തോ പാർട്ടി യോഗത്തിന് പ്രശ്നം ഉണ്ടായപ്പോൾ വെറുതെ ഈ അന്നത്തെ നേതാക്കന്മാരെ ചോദിച്ചു വലിയ നേതാവ് ആരാണ്? KPR നല്ല തൻ്റെ അടിയാണ്. KPR കസേര എടുത്ത് അടിക്കാൻ എടുത്തു എന്നാണ് കസേര അയാൾ പറഞ്ഞ വിവരക്കേടിന് കസേര എടുത്തെല്ലാം പോയി എന്നാണ്. അപ്പോൾ അതുപോലത്തെ ഒരു കാലഘട്ടം. പക്ഷെ അവരൊക്കെ എന്താണ് സത്യസന്ധന്മാരായിരുന്നു, അതുകൊണ്ടാണ് കസേര എടുത്തത്. മനസ്സിലായില്ല. അതല്ലാതെ കള്ളന്മാരായതുകൊണ്ടല്ല. KPR ഗോപാലിനൊക്കെ അത്തരത്തിലുള്ള ആളായിരുന്നു. ഇന്ന് KPR ഗോപാലിനെയും അല്ലെങ്കിൽ AK ചെന്ന് ഇവർക്ക് ആർക്കും വേണ്ട. അതാണ് അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ഇനി കച്ചവടം നടത്തി ശിഷ്ടകാലം വ്യവസായികളായി മക്കളെയൊക്കെ വിദേശത്ത് ബിസിനസ്സുകാരാക്കിയൊക്കെ കൊണ്ടുപോകാം. അവർ ബൂർഷ്വാളായി ജീവിക്കട്ടെ. ഞങ്ങളിവിടെ ഇറങ്ങി രാവിലെ എന്നും അമേരിക്കയിൽ പ്രസംഗിച്ചോളാം. ഞങ്ങളെ മക്കൾ അമേരിക്കയിലും ഈ യൂറോപ്പിനും ഒക്കെ പോയി അല്ലെങ്കിൽ ഗൾഫിലൊക്കെ പോയി ബിസിനസ് നടത്തി സ്വകാര്യ ജീവിച്ചോളാം. അധ്വാനിക്കുന്ന തൊഴിലാളിവർഗത്തിൻ്റെ പേര് ഞങ്ങൾ നിരന്തരം മുദ്രാവാക്യം ഇങ്ങനെ ആയിക്കോളാം എന്ന് മാത്രം പറയും.